guys, welcome back to our channel. ആക്ച്വലി ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മളിപ്പോ സെലിബ്രിറ്റീസിന്റെ സ്കിൻ കെയറും സെലിബ്രിറ്റീസ് എന്താ കഴിക്കുന്നതെന്നൊക്കെ നോക്കി പുറകെ പോകുന്ന കൂട്ടരാണല്ലേ നമ്മൾ എല്ലാവരും എന്ന് പറയുന്നില്ല, ഭൂരിഭാഗം ആൾക്കാരല്ലേ അവരുടെ പോലത്തെ സ്കിൻ നമുക്ക് കിട്ടണം, അവരുടെ പോലത്തെ ഒരു ഗ്ലോ നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ല. ഓക്കെ, പക്ഷെ അത് എങ്ങനെയാണ് കിട്ടുന്നത്, അതുപോലെ അവർ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ നമുക്കൊരു ത്വരയായിരിക്കും അല്ലെ. അപ്പോ നമ്മളിപ്പോ ബേസിക്കലി നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ടുവരുന്ന, അതായത് സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ലൈറ്റൻ ആക്കാനും നല്ലൊരു ഹെൽത്തി ഗ്ലോ കിട്ടാനും ഒക്കെ ബേസിക്കലി നമ്മളിപ്പോ കണ്ടുവരുന്നത് ഒരൊറ്റ പേരാണ് ഗ്ലൂട്ടാതയോൺ. ഓക്കെ, അപ്പൊ ആക്ച്വലി എന്താണ് ഈ ഗ്ലൂട്ടാതയോൺ? ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും അതുപോലെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ ഒക്കെ തരാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണോ ഈ ഗ്ലൂട്ടാതയോൺ? അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? അതല്ലെങ്കിൽ ഏത് ഗ്ലൂട്ടാതയോൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഗ്ലൂട്ടാതയോൺ ഏതൊക്കെ രീതിക്കുണ്ട്? അപ്പൊ ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളും കൂടെ ഇതെല്ലാം അറിഞ്ഞിരിക്കണം, ഉപയോഗിക്കുന്നവരാണെങ്കിലും ഉപയോഗിക്കാത്തവരാണെങ്കിലും എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആക്ച്വലി ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മുടെ സെൽസ് ഡാമേജ് ആയിരിക്കുന്ന സെൽ, അതായത് പൊല്യൂഷൻ കൊണ്ടോ അല്ലെങ്കിൽ UV റേസ് കൊണ്ടോ ഡാമേജ് ആയിരിക്കുന്ന സെൽസിനെ ഒന്ന് ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഈ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ്. ആക്ച്വലി ഈ ഗ്ലൂട്ടാതയോൺ വൈറൽ ആയത് എന്ന് വെച്ചാൽ സ്കിൻ നല്ല വെളുപ്പിക്കും, സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കും, ലൈറ്റൻ ആക്കും എന്നുള്ള ഒരു ഒറ്റ പേര് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഗ്ലൂട്ടാതയോൺ ശരിക്കും ഒന്ന് പുറത്തായത്. ശരിക്കും ഈ ഗ്ലൂട്ടാതയോൺ അതിനു വേണ്ടി മാത്രം ഉള്ള ഒരു സംഭവം അല്ല. ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പല അസുഖങ്ങൾക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു ഈ ഗ്ലൂട്ടാതയോൺ. അതായത് ഒരു പരിധിവരെ നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാവുന്നത് ഒരു പരിധിവരെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ ലിവറിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഈ ഗ്ലൂട്ടാതയോൺ ട്രീറ്റ്മെന്റ് എടുത്ത് ലിവറിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാം. ലിവർ സിറോസിസ് ഒക്കെ മീൻസ് ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ ക്യാൻസറുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരും, അങ്ങനെ പല അസുഖങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു ഈ ഗ്ലൂട്ടാതയോൺ. പക്ഷേ അത് അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ സ്കിൻ ബ്രൈറ്റ് ആവുക, ഗ്ലോ ആവുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. പക്ഷെ അത് വന്നപ്പോഴാണ് കൂടുതലും ഇതങ്ങ് പുറത്തായത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാരണം. അതായത് നമ്മുടെ സ്കിന്ന് നല്ല ലൈറ്റ് ആക്കും, ബ്രൈറ്റ് ആക്കും, ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരു കണ്ടന്റും കൂടിയാണ് ഈ ഗ്ലൂട്ടാതയോൺ. നോർമലി നമ്മുടെ ശരീരത്തിൽ ഈ ഗ്ലൂട്ടാതയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, അതുപോലെ പൊല്യൂഷൻ, ഭയങ്കര ബിസി ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ കാരണം നമ്മുടെ ഉള്ളിൽ നോർമലി ഈ ഒരു ഗ്ലൂട്ടാതയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഗ്ലൂട്ടാതയോൺ പുറത്തുനിന്ന് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഒരു ഗ്ലൂട്ടാതയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം പല ഫുഡ്, അതായത് എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഡയറി പ്രൊഡക്ട്സ് ഇതൊക്കെ നമുക്ക് കഴിക്കുമ്പോഴും നമുക്ക് ഗ്ലൂട്ടാതയോൺ കിട്ടുന്നുണ്ട്. പക്ഷേ ആവശ്യത്തിനുള്ള അളവ്, നമുക്ക് ശരീരത്തിന് ആവശ്യത്തിനുള്ള അളവ് നമുക്ക് ഉള്ളിലോട്ട് കിട്ടുന്നില്ല. അപ്പൊ ഗ്ലൂട്ടാതയോൺ എടുക്കേണ്ടി വരിക. ഓക്കെ, ഈ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് നമ്മുടെ സെൽസിനോട് ഡാമേജ് ആയിട്ട് കിടക്കുന്ന സെൽസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഈ ഗ്ലൂട്ടാതയോൺ ഹെൽപ്പ് ചെയ്യും. പിന്നെന്ന് വെച്ചാല് നമ്മള് ശരീരത്തില് നമ്മൾ ഏജിങ് കൂടത്തില്ലേ, നമ്മൾ ഏജിങ് കൂടുന്ന സമയത്ത് ഈ ഗ്ലൂട്ടാതയോണിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരും. അതായത് ഏജ് നമ്മൾ കൂടുന്തോറും ഗ്ലൂട്ടാതയോണിന്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ശരീരത്തിന് ആവശ്യമുള്ള ഗ്ലൂട്ടാതയോൺ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേന്ന് ഒരു ഇൻടേക്ക് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് പ്രോബബ്ലി അറിയുന്ന ഒരു 3-4 കാര്യങ്ങളുണ്ട്. ഗ്ലൂട്ടാതയോൺ എങ്ങനെ എടുക്കണം എന്നുള്ളത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒന്ന് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ക്രീംസ്, ഓയിൽമെന്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഓറൽ കൺസംഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും വായിലൂടെ പോകുന്നതിനാണ് ഓറൽ കൺസംഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ടാബ്ലറ്റ്സ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ആയിട്ട് കിട്ടും. അങ്ങനെ ഗ്ലൂട്ടാതയോൺ പല രീതിക്ക് നമുക്ക് കിട്ടാനായിട്ട് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ അതില് അതായത് ഗ്ലൂട്ടാതയോണില് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ജാപ്പനീസ് ഗ്ലൂട്ടാതയോൺ ആണ്. ജാപ്പനീസ് ഗ്ലൂട്ടാതയോൺ നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്ലൂട്ടാതയോണിൽ റിസൾട്ട് തരുന്നത് ഈ ജാപ്പനീസ് ഗ്ലൂട്ടാതയോൺ ആണ്. അതായത് ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സെൽസിനെ നല്ല റെജുവിനേറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ നല്ല ബൂസ്റ്റപ്പ് ആക്കി നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലൊരു ഗ്ലോ തരാനും ഈ നമ്മുടെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ നല്ല ബൂസ്റ്റ്, നമ്മുടെ സെൽസ് കാര്യങ്ങളൊക്കെ നല്ല ബൂസ്റ്റപ്പ് ആകുമ്പോൾ തന്നെ നോർമലി നമ്മുടെ സ്കിന്നിലും നമ്മുടെ ഫേസിലും എല്ലാം
എല്ലാം ആ ഒരു എന്താണ് ആ ഒരു തുടുതുടുപ്പ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവം നമ്മുടെ ഫേസിനും നമ്മുടെ ബോഡിക്കും ഒക്കെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവം കൂടെയാണ് ഈ നമ്മുടെ സ്കിന്നിൽ പുറത്തോട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത് ഈ ജാപ്പനീസ് സോപ്റ്റക് ഗ്ലൂട്ടാത്തയോൺ ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിസൾട്ട് തന്നിട്ടുള്ളത്. മാത്രമല്ല ഇത് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്, US FDA അപ്രൂവ്ഡ് ആണ്. ഈ ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വരുന്നത് ആ ഒരു ഗ്ലൂട്ടാത്തയോൺ. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്കും, ഇഞ്ചക്ഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും സെലിബ്രിറ്റീസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത് ഇഞ്ചക്ഷനാണ്, ഫാസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ എന്താണ് ഇഞ്ചക്ഷൻ നോർമലി വെയിൻസിലൂടെ കടത്തി നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല, അത് തന്നെയാണ് സംഭവം. പക്ഷെ അതിൽ ഒരു സിറ്റിങ്ങിന് തന്നെ ഏകദേശം ഒരു 5000 എബോവ് റേറ്റ് വരുന്നുണ്ട്. ഒരു സിറ്റിംഗിൽ മാത്രം മാറില്ല, നമ്മൾ 2-3 സിറ്റിംഗ് ഇരിക്കേണ്ടി വരും. അതൊരു 5000 എബോവ് എങ്ങനെയായാലും അതിന്റെ റേറ്റ് പോകും. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ക്രീംസ്, ഓയിൽമെന്റ്സ് ഒക്കെയാണ്. അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഈ ക്രീംസും ഓയിൽമെന്റ്സും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ, പക്ഷെ അത് നല്ലത് നോക്കി ടെസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. നല്ലത് ഏതാണ് നമ്മൾ കുറച്ച് തപ്പി തടഞ്ഞ് എടുക്കേണ്ടി വരും. ഗ്ലൂട്ടാത്തയോൺ ഇതൊക്കെ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ളതാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ചൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അടിക്കേണ്ടി വരും. മാത്രമല്ല ക്രീംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും നമുക്കൊരു ഡിഫറൻസ് വരിക, അല്ലെ? അതായത് നമ്മളിപ്പോ മുഖത്താണ് നമ്മൾ ക്രീംസ് പുരട്ടുക എന്നുണ്ടെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മുഖത്ത് മാത്രമായിരിക്കും നമുക്ക് ഡിഫറൻസ് വരാം. കയ്യിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കയ്യിൽ മാത്രമായിരിക്കും ആ ഒരു കളർ ഡിഫറൻസ് വരാം. ഒരു കളറിനെയും ഒഫൻഡ് ചെയ്തോ കാര്യങ്ങളോ ഒന്നും പറയുന്നതല്ല. ദയവ് ചെയ്ത് ഇനി അങ്ങനെ എടുക്കരുത്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഈ ടാൻ ആയിരിക്കുന്ന സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ നമുക്കിടയിൽ ഉണ്ടാവും. അപ്പം ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുറച്ചൊന്ന് നമ്മുടെ സ്കിൻ ഗ്ലോ ആൻഡ് ഹെൽത്തി ആക്കി വെക്കണം, ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കണം എന്ന ആഗ്രഹം ഉള്ളവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. മെയിൻലി അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരു കളറും ഓഫ് ചെയ്ത് പറയുന്നതല്ല. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ വെളുത്ത് തുടുത്തിട്ടൊന്നുമല്ല, ഞാനൊരു ഡസ്കി സ്കിൻ ടോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത് പൊതുവെ ഒരുപാട് പേർക്ക് അറിയണം എന്ന ആഗ്രഹമുള്ളതോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ക്രീംസിന്റെ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഓറൽ കൺസംഷൻ ആണ്. അതായത് നമുക്ക് ടാബ്ലറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ എങ്ങനെയാണോ അത് ഇൻടേക്ക് ചെയ്യുന്നത് നമ്മൾ വായിൽ കൂടെ എടുക്കുന്നത്. വായിൽ കൂടെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മൗത്തിൽ വെച്ചിട്ട് തന്നെ അത് എന്താണ് വർക്ക് ചെയ്ത് തുടങ്ങും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വായിൽ കൂടെ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വായിൽ നമ്മുടെ ഈ ടാബ്ലറ്റ്സ് ആയിട്ട് കഴിക്കുന്നതായാലും ഡ്രിങ്ക്സ് ആയിട്ട് കഴിക്കുന്നതായാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം, അല്ലെ? ഈ ബെസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ആർക്കും അധികം അറിവുണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സപ്ലിമെന്റ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഷിക് ന്യൂട്രിക്സിന്റെ ഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ. ഇത് ആക്ച്വലി ഒരു ടാബ്ലറ്റ് ആണ്, സ്കിൻ റേഡിയന്റ് ആക്കും, ഗ്ലോ ആക്കും. ഇതിനകത്ത് ഗ്ലൂട്ടാത്തയോൺ മാത്രമല്ല, ഇതിനകത്ത് വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. അപ്പോ നമുക്ക് വൈറ്റമിൻ സിയുടെ ഗുണങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ ഫുഡിൽ നിന്ന്, അതായത് ഓറഞ്ച്, ലെമൺ, ഇതൊക്കെ വൈറ്റമിൻ സി ആണ്, അല്ലെ? അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രതിരോധ ശേഷിക്കുള്ള സംഭവങ്ങൾ നമുക്ക് നമ്മൾ സ്കിന്ന് മാത്രമല്ല നമ്മൾ ഉള്ളിലുള്ളതും ഒന്ന് നല്ല ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിരോധ ശേഷിക്ക് നല്ല, ഇതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്ലൂട്ടാത്തയോണും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസ് ഇത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇത് ഷിക് ന്യൂട്രിക്സ്, ഒന്നുകൂടെ ഞാൻ പേര് പറഞ്ഞുതരാം. ഷിക് ന്യൂട്രിക്സ് ഗ്ലോ എന്നാണ് എന്റെ പേര്. ഇതൊരു 500 mg പ്രോഡക്റ്റ് ആണ്. ഇതിനകത്ത് വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 20 ടാബ്ലറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതുപോലുള്ള ടാബ്ലറ്റ് ആണ്, ഇതുപോലുള്ള ടാബ്ലറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ 250 ml വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 250 ml വാട്ടർ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ടാബ്ലറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഒരു ഭൂകമ്പം സംഭവിക്കും ഗൈസ്, അത് നിങ്ങൾ നോക്കണം. ഇതുപോലെ ഇങ്ങനെ അതിന്റെ ഗ്യാസ് ഗ്രിപ്സ് ഇങ്ങനെ ഒരു സാധനം പോവും. അപ്പോൾ അതായത് അതിന്റെ ഗ്യാസ് അത് പോയി തീർന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇത് മൊത്തം ആ ഒരു ഗ്യാസ് മൊത്തം മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കുടിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. പിന്നെ ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്നും എപ്പോഴൊക്കെയാണ് കുടിക്കേണ്ടതെന്നും ഒക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. എത്ര പ്രായമുള്ളവർ കുടിക്കണമെന്നും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആക്ച്വലി ഇതിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു സ്ട്രോബെറിയുടെയും ലെമണിന്റെയും ഫ്ലേവർ ആണ്. ഞാനിത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നത്. വെറുതെ ഞാൻ പറയുന്നതല്ല, എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കുറച്ച് ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് സ്ട്രോബെറി ലെമൺ ഫ്ലേവർ ആണ്.
അപ്പോ പ്രത്യേകിച്ച് ആഡഡ് ഷുഗറോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സോ ആഡഡ് ഷുഗേഴ്സോ ഒന്നുമില്ല. ഇതിനകത്ത് ഓൾറെഡി ഉള്ളത് ഒരു 0.24 അത്ര എന്തോ ഷുഗർ മാത്രമേ ഇത് നോർമലി ഉള്ള ഷുഗർ ആണ്. ഒന്നും ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ അല്ല, ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇല്ല. മാത്രമല്ല ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഇത്. അതുകൊണ്ട് വേറെ നമുക്ക് ഉള്ളിൽ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തില്ല. ഒരുപാട് സെലിബ്രിറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാൻ എന്തായാലും കുടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഞാനിത് കുടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എന്റെ ഫേസിലുള്ള കുറച്ച് മാർക്സും കാര്യങ്ങൾ അതിന്റെ ഒരു ഫോട്ടോയും ഞാൻ ഇടാം. കുടിച്ചതിന് ശേഷമുള്ള എന്റെ ഡിഫറൻസിന്റെ ഫോട്ടോയും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇനി ഇത് കഴിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിക്കേണ്ടത് നമ്മള് എംപ്റ്റി സ്റ്റൊമക്കിൽ ഇത് കഴിക്കാനായിട്ട് പാടില്ല. എംപ്റ്റി സ്റ്റൊമക്കിൽ ഇത് കഴിക്കാനായിട്ട് പാടില്ല. വെറും വയറ്റിൽ ഇത് കഴിക്കേ ചെയ്യരുത്. കാരണം നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചാൽ എന്ത് വരും നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മള് രാവിലെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, രാത്രി ഭക്ഷണം കഴിക്കുക. എപ്പോഴായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ 250 ml എടുക്കുക, ഇതുപോലെ ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുക. ഗ്യാസ് മൊത്തം പോയതിനു ശേഷം ടേക്ക് ചെയ്യുക. ഓക്കെ, എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം. കാരണം ഇത് ഞാൻ കേട്ടില്ലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കരുത്. ഏത് നേരം വേണേലും നിങ്ങൾ കഴിക്കാം, പക്ഷെ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇത് 16 വയസ്സിന് മേളിലുള്ള ആൾക്കാർ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് ഒരു 8 വീക്ക് ചാലഞ്ച് ആണ്. 8 വീക്ക് ചാലഞ്ചിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് മാറി നല്ലൊരു ഈവൻ സ്കിൻ ടോൺ ആക്കാനും, അതുപോലെ ഡാർക്ക് സ്പോട്സ്, ആന്റി ഏജിങ് ഇതൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞുതരാം. ഇറ്റ്സ് ഷിക് ന്യൂട്രിക്സ് ഗ്ലോ. ഓക്കെ, ഇതിനകത്ത് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലിനിക്കലി പ്രൂവൺ ആണെന്നും ജാപ്പനീസ് ഗ്ലൂട്ടാതയോൺ ആണെന്നും എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാല് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ 1980 1980 ഇതാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ മേളിലുള്ള എന്റെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം അവരുടെ. ഓക്കെ, അപ്പോ ഇതാണ് എനിക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ബാക്കിയുള്ള ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ചെക്ക് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.